ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ റിവിഷൻ സീരീസിന്റെ 20ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് സെമസ്റ്റർ ബികോമിന്റെ മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 3, അതായത് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റും അഡ്ജസ്റ്റ്മെന്റിന്റെ ഒക്കെ ഒരു ഫോർമാറ്റും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ തിയറിറ്റിക്കൽ ആസ്പെക്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത്. പ്രോബ്ലം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. സാധാരണ നിങ്ങൾ എക്സാമിന് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റും കുറച്ച് അഡ്ജസ്റ്റ്മെന്റും തന്നിട്ട് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, ഫോളോയിങ് ഇസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് account of Diamond Sports Club Thrissur for the year ending 31st March 2024. എന്നിട്ട് റെസിപ്റ്റും പേയ്മെന്റും തന്നിട്ടുണ്ട്. ബാലൻസ് ബ്രോഡ് ഓൺ, സബ്സ്ക്രിപ്ഷൻ, എൻട്രൻസ് ഫീ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സ്പോർട്സ് ഫീ, സാലറി, ഇൻവെസ്റ്റ്മെന്റ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, പോസ്റ്റേജ്, ഇലക്ട്രിസിറ്റി ചാർജസ്, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്, അതുപോലെ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട് 23-24. നമ്മൾ ചെയ്യുന്നത് 23-24 ആണ് അല്ലെ? 23-24 അക്കൗണ്ട്സ് അല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നിലവിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഒരു 1000 rupees ഉണ്ട്. പിന്നെ 22-23 അതായത് ഓപ്പണിംഗ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ അറ്റ് ബിഗിനിങ് 22-24 എന്ന് പറയുന്നത് അതാണ്. അതില് ഒരു 1500 രൂപ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കിട്ടിയത് 23-24 അപ്പം പറഞ്ഞു കിട്ടി എന്നല്ല, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 23-24 1000 രൂപ ഉണ്ട്. പിന്നെ 2022-23 1500 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത് ഈ വർഷം എന്ത് ചെയ്തു? കിട്ടി. അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് 31st March 2024 കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഡീറ്റെയിൽ ആണ്. സാലറിയും ഇലക്ട്രിസിറ്റിയും ഔട്ട്സ്റ്റാൻഡിങ്. പിന്നെ ഡിപ്രീസിയേറ്റ് സ്പോർട്സ് മെറ്റീരിയൽ അറ്റ് 20%. സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിയത് സെപ്റ്റംബർ 30-ാം തീയതിയാണ്. അതിന് ഒരു 20% ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറഞ്ഞു. ഫർണിച്ചറിന് 5%. പിന്നെ ഫർണിച്ചറിന്റെ വാല്യൂ, ഓപ്പണിംഗ് വാല്യൂ 12,000 ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകളുള്ള ഐറ്റംസുകളുടെ എല്ലാം എന്ത് ചെയ്യാം, അതിനൊക്കെ ഒരു ആദ്യം തന്നെ ഒന്ന് ടിക്ക് ചെയ്തിടുക, ഏതിനൊക്കെയാണോ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെന്റ് കണ്ടു. പിന്നെ ഉള്ളത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ്, സാലറി, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജ്. ഇതൊക്കെ ഒന്ന് ആദ്യം തന്നെ ടിക്ക് ചെയ്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം. പിന്നെ മെറ്റീരിയലും ഫർണിച്ചർ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതോടുകൂടെ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പെട്ടെന്ന് ചെയ്യാം. ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റം ആണ് ഫസ്റ്റ് ചെയ്യുന്നത്, ഇൻകം. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ റെസിപ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് ഐറ്റം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. എത്രയുള്ളത്? 42,000. ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? വർഷാവസാനം കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യാനുണ്ട്? കൊടുക്കാനുണ്ട്. നമ്മളിപ്പോ കിട്ടാനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സബ്സ്ക്രിപ്ഷൻ ഇപ്പൊ കിട്ടിയത് എത്ര? 42. ഈ വർഷാവസാനം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തേക്കുള്ള എമൗണ്ട് ആണ്. ഈ വർഷത്തിന്റെ അവസാനം നമ്മൾ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നേരെ മറിച്ച് ഈ വർഷം തുടങ്ങുമ്പോൾ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ എമൗണ്ട് ഈ വർഷത്തേതാണോ? ഒരിക്കലും അല്ല, അത് മുൻ വർഷത്താണ്. അപ്പൊ ഈ കിട്ടിയ എമൗണ്ട് 42,000 ആ എമൗണ്ട് ഉണ്ട്, അത് ഈ വർഷത്തേതല്ലാത്തതുകൊണ്ട് അത് എന്ത് ചെയ്തു? ഒഴിവാക്കി. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എൻട്രൻസ് ഫീ ഉണ്ട്, അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, അതുപോലെ എഴുതുക. ഓൾഡ് ന്യൂസ് പേപ്പർ അതുപോലെ എഴുതുക. അതുപോലെ തന്നെ സ്പോർട്സ് ഫീ അതും അതുപോലെ എഴുതുക. ദെൻ സാലറിയിൽ ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും 23,000 രൂപ, 23,000 നമ്മൾ കൊടുത്തു. ഇനി കൊടുക്കാന് ഒരു വർഷാവസാനം കൊടുക്കാൻ ഒരു 4,500 ഉണ്ട്, അത് ആഡ് ബാക്ക് ചെയ്യാം. പിന്നെ ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് മെറ്റീരിയലിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക. 6 മാസം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളൂ. സെപ്റ്റംബർ 30-നാണ് അത് വാങ്ങിയിട്ടുള്ളത്.
അപ്പൊ 6 മാസത്തേക്കുള്ള ഡിപ്രിസിയേഷനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20%, അപ്പൊ 6/12 ചെയ്താൽ മതി. ഓക്കെ. ഫേർണിച്ചർ ഫുൾ ഓപ്പണിംഗ് ഫേർണിച്ചർ വാല്യൂ തന്നെയാണ്, അതുകൊണ്ട് ഫുൾ ഉപയോഗിച്ചിട്ടുണ്ട്. പോസ്റ്റേജ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇലക്ട്രിസിറ്റി ചാർജ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഉണ്ട്, എൻഡിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ അതും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് ആണ്, ഗ്രൗണ്ടിന്റെ അങ്ങനെ മെയിൻറ്റെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എമൗണ്ട് ആണ്, എക്സ്പെൻസ് ആണ്. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പം 55,200 ആണ്. ഇവിടെ 55,200 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 55,200-ന് മുകളിലുള്ള എല്ലാ എമൗണ്ടുകളും കുറച്ചു കൊടുക്കുക. അങ്ങനെ കുറച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 17,000 രൂപ എന്ന് പറയുന്നത് എന്താണ്, സർപ്ലസ് എമൗണ്ട് ആണ്. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.